യഹൂദന്മാരെന്ന് പറഞ്ഞാൽ ദൈവവചനമെല്ലാം അതേപടി അത് ഒറ്റ മാറ്റവും കൂടാണ്ട് അനുസരിക്കുന്നവരാണ്. അതുകൊണ്ട് 7-ാം നാളിനെ ദൈവം ശുദ്ധീകരിച്ചു, ഒരു വേലയും ദൈവം ചെയ്തില്ല എന്ന് ഉള്ളതുകൊണ്ടും ശബത്തിനെ ബഹുമാനിക്കുക എന്ന് കൽപ്പന ഉള്ളതുകൊണ്ടും അവർ 7-ാം ദിവസമായിരിക്കുന്ന ശനിയാഴ്ച ഒരു വേലയും ചെയ്യില്ല. ഇന്നും അവർ ശബത്തിനെ ആ നിലയിൽ ആചരിക്കുന്ന ആളുകളാണ്. എന്നാൽ യേശു എന്താണ് ചെയ്യുന്നത്? യേശു ശബത്തിൽ അനേകം രോഗികളെ എന്ത് ചെയ്യുന്നു? സൗഖ്യമാക്കും. 18 വർഷമായി കൂനിയായിരുന്ന ഒരു സഹോദരിയെ യേശു ശബത്തിൽ പള്ളിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളെ കണ്ടു കഴിയുമ്പോൾ യേശു എന്ത് ചെയ്യുന്നു? അവളെ അരികിലേക്ക് വിളിക്കുന്നു, അവളുടെ മേൽ കൈവച്ച് അവളുടെ രോഗബന്ധനത്തെ അഴിച്ചു കളയും. അപ്പോൾ തന്നെ പള്ളിയിലെ പരീക്ഷ പ്രമാണികൾ പറയുന്നു, സൗഖ്യമാക്കാൻ 6 ദിവസം വേറെ ഉണ്ടല്ലോ, ഇന്ന് അരുത്. യേശു തിരിച്ചു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ശബത്തിനെ ഇങ്ങനെ പൊക്കിപ്പറയുന്ന നിങ്ങൾ, നിങ്ങളുടെ കാളയോ കഴുതയോ കിണറ്റിൽ വീണാൽ നിങ്ങൾ അവയെ ശബത്താണ് എന്ന് പറഞ്ഞ് എഴുന്നേൽപ്പിക്കാതിരിക്കില്ല. കാരണം ശബത്ത് നോക്കിയിരുന്നാൽ ആ കാള മരിച്ചു പോകും, അല്ലെങ്കിൽ ചത്തുപോകും, ആ കഴുത നശിച്ചു പോകും, നിനക്ക് വരുമാനം നഷ്ടപ്പെടും. അന്ന് കാളയെ കൊണ്ടും കഴുതയെ കൊണ്ടൊക്കെ ആളുകൾ ജോലി ചെയ്യിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അങ്ങനെ ആണ് നിങ്ങളെങ്കിൽ സാത്താൻ കഴിഞ്ഞ 18 വർഷമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിൻ്റെ മകളായിരിക്കുന്ന ഇവളെ വിടുവിക്കുക എൻ്റെ ജോലിയാണ്. നിനക്ക് കാള വലുതാണെങ്കിൽ, നിനക്ക് കഴുത വലുതാണെങ്കിൽ, എനിക്കെൻ്റെ സമശിഷ്ടമായ മനുഷ്യൻ വലുതാണ് എന്നാണ് കർത്താവ് അവരോട് പറയുവാനിടയായി. അവർക്ക് കർത്താവിനോട് എതിർപ്പ് വർദ്ധിക്കുകയായി. മറ്റൊരിക്കൽ താൻ പള്ളിയിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൈ വരണ്ടതായ ഒരു മനുഷ്യനെ കാണുവാനിടയായി. അവനോട് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. ഇവരെല്ലാവരും കൂടെ കർത്താവിനെ കളിയാക്കും, പരിഹസിക്കും എന്നൊക്കെ അറിയാവുന്നതുകൊണ്ട് കർത്താവ് ചോദിച്ചു, ശബത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ഏതാണ് വിഹിതമെന്ന് ചോദിച്ചു. അവർ മിണ്ടിയില്ല. കാരണം നന്മ ചെയ്യാൻ അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നാൽ പിന്നെ ഞാനത് നന്മ ചെയ്യട്ടെ, ഞാൻ ഈ മനുഷ്യനെ സൗഖ്യമാക്കട്ടെ എന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ പറ്റത്തില്ല. തിന്മ ചെയ്യാൻ അവർക്കോട്ട് പറയാനും വയ്യ. അവർക്കൊറ്റ കാര്യമേ ഉള്ളൂ, എന്താ? ശബത്തിൽ ഒരു വേലയും ചെയ്യരുത്. പക്ഷെ അവരുടെ അത്യാവശ്യ കാര്യം എന്താണെങ്കിലും അവർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അവരെ സംബന്ധിച്ചോളം അവരുടെ വേദനയല്ല ഈ മനുഷ്യൻ്റെ വേദന. അവൻ്റെ കൈ വരണ്ടിരിക്കുകയാണ്, അവൻ്റെ കൈ നൂരുമില്ല. കർത്താവ് അവരുടെ ആ വിചാരം കണ്ടിട്ട് കർത്താവിൻ്റെ ഉള്ളിൽ അരിശം പിടിച്ചെങ്കിലും കർത്താവ് എന്ത് ചെയ്തു? അവനോട് കൈ നീട്ടാൻ പറഞ്ഞു. അവൻ കൈ നീട്ടി, അവൻ്റെ കൈകൾ സൗഖ്യമാണ്. അവർ പോയി കർത്താവിനെ കൊല്ലാനും കർത്താവിനെ ഉപദ്രവിക്കാനുമുള്ള വഴികൾ തേടുവാനിടയായി. അപ്പം നമുക്ക് തോന്നും, ശബത്ത് എന്ന് പറയുന്ന ദൈവകൽപ്പനയെ യേശു ലംഘിക്കുകയാണോ എന്ന് നമുക്ക് തോന്നും. യേശു പറയുന്ന ഒരു കാര്യമുണ്ട്, മനുഷ്യപുത്രൻ ശബത്തിനും കർത്താവാകുന്നു. ദൈവത്തിൻ്റെ വചനം എന്തിനാണ് തന്നിരിക്കുന്നതെന്ന് മനുഷ്യൻ മറന്നുപോവുകയാണ്. ഇന്ന് ലോകത്തിലെല്ലാം മതങ്ങൾ സംഘർഷത്തിലാണ്. എല്ലാ മതങ്ങളും ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു, പക്ഷേ മതത്തിലെ അനുയായികൾ തമ്മിൽ സംഘർഷത്തിലാണ്. മതത്തിന് വലിയ സ്വാധീനം മനുഷ്യരുടെ ഇടയിലുണ്ട്. നമുക്കറിയാം, ആളുകൾ, നമ്മുടെ കേരളം അതിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യസ്തമാണെങ്കിലും നമുക്കറിയാം, നമ്മളൊക്കെ തന്നെ, അല്ലെങ്കിൽ നമ്മിൽ ചിലരെങ്കിലും ആരെങ്കിലും കാണുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്, രഹസ്യമായി ചോദിക്കാറുണ്ട്, ഏതാണ് മതം, ഏതാണ് ജാതി? നമ്മൾ പറയും ഇല്ല ഇല്ല, ഞങ്ങൾ ഇതൊന്നും ചെയ്യൂല എന്ന് പറയും. പക്ഷേ അകത്ത് ഇതുണ്ട്. എന്നാൽ നോക്കുക, നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ ആളുകൾ താമസിക്കുന്നിടം നോക്ക്. ചില പ്രത്യേക മതത്തിലുള്ള ആളുകളെല്ലാം ഒരുമിച്ച്, അല്ലാത്തവർ ഇടയ്ക്കെങ്ങാനും 1-2 പേര് വരുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. അല്ലെ 10 പേര് വരുന്ന സാഹചര്യം വടക്കേ ഇന്ത്യയിലൊന്നും അങ്ങനെ ഇല്ല. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ
മനുഷ്യരാണ് എല്ലാവരും. പക്ഷേ ജാതിക്കും മതത്തിനും ഒക്കെ മനുഷ്യ ഹൃദയങ്ങളിൽ വേണ്ടാത്ത സ്ഥാനം. ദൈവത്തിൻ്റെ പേരിലാണ് മനുഷ്യൻ വഴക്കിടുന്നത്, ദൈവത്തിൻ്റെ പേരിലാണ് മനുഷ്യൻ സംഘർഷങ്ങൾ ഉളവാക്കുന്നത്. വലിയ വലിയ കൊലപാതകങ്ങൾ പലതും നടക്കുന്നത്, എല്ലാമല്ല എങ്കിലും പലതും നടക്കുന്നത് മതത്തിൻ്റെ പേരിലും ആചാരങ്ങളുടെ പേരിലുമാണ്. എന്നാൽ സത്യദൈവം അവൻ വ്യക്തമാക്കിയ ഒരു കാര്യമേ ഉള്ളൂ. അതേ, മതമല്ല മനുഷ്യനെ രക്ഷിക്കുന്നത്. മതം മതമായി മാറരുത്. ഞാൻ രണ്ട് തായാണ് ഉപയോഗിക്കുന്നത്. മതം സാധാരണ തലയുടെ തായും, മതം എന്ന് പറയുന്ന ആനയ്ക്ക് മതം വരുന്ന ആ ഭ്രാന്തായ അവസ്ഥ. മതം മതമാകരുത്, മതം ഭ്രാന്താകരുത്. ദൈവത്തിനോട് അടുപ്പിക്കാനാണ് മതമുണ്ടായത്. പക്ഷേ മതങ്ങൾ മനുഷ്യനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. യേശു സത്യദൈവമായി, മഹാദൈവം മനുഷ്യനായി ഭൂമിയിൽ ഇറങ്ങി വരുമ്പോൾ അതേ മനുഷ്യനെ തമ്മിൽ ബന്ധിപ്പിക്കുക, അതാണ് കർത്താവ് തീരുമാനിച്ചത്. കർത്താവ് അതിനാണ് ഇറങ്ങി വന്നത്. ഒരിക്കലൊരു മനുഷ്യൻ വന്ന് യേശുവിനോട് ഇങ്ങനെ ചോദിച്ചു, ന്യായപ്രമാണത്തിലെ മുഖ്യ കൽപ്പന ഏതെന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്ന കാര്യം, ന്യായപ്രമാണത്തിലെ കൽപ്പനകളെല്ലാം രണ്ട് വരികളിൽ ഞാൻ ഒതുക്കിത്തരാം. ഒന്ന്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കാം. രണ്ടാമത്തതും ഒന്നാമത്തതിനോട് ഒത്തുകൊക്കുന്നു. അതെ, നിന്റെ അയൽക്കാരനെ അല്ലെങ്കിൽ നിന്റെ അപ്പുറത്തുള്ളവനെ, നിന്റെ അയൽക്കാരനെ അല്ലെങ്കിൽ മറ്റുള്ളവരെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക. നിന്റെ അടുത്തുള്ള മനുഷ്യനെ സ്നേഹിക്കുക. അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞതിൻ്റെ ഒറ്റ കാര്യം, രണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ന്യായപ്രമാണമായി, അതെ പ്രവചനമായി, ദൂതായി. ഒന്ന്, ദൈവത്തെ സ്നേഹിക്കുക, ആരാധിക്കുക. രണ്ട്, മനുഷ്യനെ സ്നേഹിക്കുക. ദൈവത്തെ സ്നേഹിക്കുകയും ആരാധിക്കുകയും എന്റെ തൊട്ടടുത്തിരിക്കുന്നവനെ എന്നെ പോലെ തന്നെ സ്നേഹിക്കുകയും ചെയ്യുന്നതിനപ്പുറം ഒരു ഭക്തിയും ഈ ലോകത്തിൽ ഇല്ല. മറ്റുള്ളവർക്കെതിരെ അതെ ആഭിചാരമാകട്ടെ, മന്ത്രമാകട്ടെ, രാഷ്ട്രീയമാകട്ടെ, ഏതെല്ലാം നിലകളിൽ മറ്റുള്ളവർക്കെതിരെ പദ്ധതിയിടുന്ന അനുഭവങ്ങളാണ് എന്നെയും നിങ്ങളെയും ആരാധനയിൽ നടത്തുന്നതെങ്കിൽ നാം ദൈവത്തെ ആരാധിക്കുന്നവരല്ല, നാം പിശാചിന്റെ സേവകരാണ്. ഹല്ലേലൂയ. എൻ്റെ അകത്തുള്ള കയ്പും ക്രോധവും അതേ കപടതയും അതേ മറ്റുള്ളവരോടുള്ളതായ വിരോധവും എല്ലാം നീങ്ങിപ്പോകുമ്പോഴാണ് ഞാൻ ശരിക്കും ഒരു ദൈവമകനായി മാറുന്നത്. ഹല്ലേലൂയ. കുള്ളനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാൾ ചുങ്കക്കാരനായിരുന്നു, ടാക്സ് പിരിക്കുന്ന മനുഷ്യനായിരുന്നു. ആ മനുഷ്യന്റെ പേര് സക്കായി എന്നാണ്. അവൻ യേശുവിനെ കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. നാം വേദപുസ്തകത്തിൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നാം അദ്ദേഹത്തെ കുറിച്ച് വായിക്കുന്നുണ്ടല്ലോ. അദ്ദേഹത്തിന് യേശുവിനെ കാണണമെന്നുണ്ടായിരുന്നു. യേശു അദ്ദേഹത്തെ കാണണമെന്ന് അദ്ദേഹത്തിനില്ലായിരുന്നു. പക്ഷേ അദ്ദേഹം കുള്ളനായതുകൊണ്ട് ഒരു കാട്ടത്തി മരത്തിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറുമ്പോൾ ആ കാട്ടത്തിയുടെ ചുവട്ടിൽ വന്നുകൊണ്ട് ആ മനുഷ്യന്റെ പേര് വിളിച്ചവനെ താഴത്തിറക്കി അവന്റെ വീട്ടിലേക്ക് യേശു കടന്നു പോകുമ്പോൾ മറ്റുള്ളവർ പറഞ്ഞു, അതെ ഇവൻ ദൈവപുത്രനല്ല, ഇവൻ മനുഷ്യപുത്രനല്ല, അഥവാ ഇവൻ ദൈവത്തിന്റെ ആളൊന്നുമല്ല. കാരണം പാപിയായിരിക്കുന്ന ഒരു മനുഷ്യന്റെ കൂടെ താമസിക്കാൻ അവൻ പോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതേ ചുറ്റുപാടുകൾ തന്നെ പരിഹസിക്കുന്നത് ശ്രദ്ധിക്കാതെ യേശു സക്കായിയോടൊപ്പം പോകുമ്പോൾ സക്കായിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ നാം കാണുന്ന ഒരു കാര്യം, സക്കായി യേശുവിനോട് പറയുകയാ, അതെ ഞാൻ ചെയ്തതെല്ലാം എന്നോട് ക്ഷമിക്കണം. ഞാൻ ആരോടെങ്കിലും ചതിയായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ 4 മടങ്ങ് ഞാൻ തിരികെ കൊടുത്തുകൊള്ളാം. അതെ എൻ്റെ ജീവിതത്തിൽ വന്നുപോയ കുറ്റങ്ങളും കുറവുകളും എല്ലാം താൻ ഏറ്റുപറഞ്ഞിട്ട് ഹല്ലേലൂയ കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്നുള്ള നിലയിലേക്ക് സക്കായി മാറുമ്പോൾ യേശു പറയുകയാണ്, ഇവനും അബ്രഹാമിന്റെ മകനാകയാൽ ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. ഹല്ലേലൂയ. നോക്കുക, നീ ഇന്നലകളിൽ ആരാണെന്നുള്ളതല്ല വിഷയം, നീ കഴിഞ്ഞ മിനിറ്റിൽ ആരാണെന്നുള്ളതല്ല വിഷയം. നീ ഇന്നു പകലിൽ അതേ കർത്താവിനെ അനുസരിക്കുവാൻ കർത്താവിന്റെ ഹൃദയം പോലെ ഹൃദയം നിന്റെ ജീവിതത്തിൽ എന്റെ ജീവിതത്തിൽ ഏൽപ്പിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ആ നിമിഷത്തിൽ എന്നെയും നിങ്ങളെയും മാറോട് ചേർത്ത് നമുക്കൊരു പുതിയ തലക്കെട്ട്, ഒരു പുതിയ ടൈറ്റിൽ തരുന്ന ഒരു ദൈവത്തെയാ നാം ഇന്ന് ആരാധിക്കുന്നത്. ഹല്ലേലൂയ. മനുഷ്യൻ എന്നെ നിങ്ങളെ അളക്കുമ്പോ ഹല്ലേലൂയ അതേ
കനിവിന്റെ നദിയായ നിലകളിൽ അതേ അളവില്ലാത്ത സ്നേഹത്താൽ ചേർത്ത് നമ്മെ മറ്റൊരു തലത്തിലേക്കും മറ്റൊരിടത്തിലേക്കും ഉയർത്തുന്ന, എല്ലാ മേഖലകളിലും ഉയർത്തുന്ന ഒരു ദൈവത്തെയാണ് നാം കർത്താവായ യേശുവിലൂടെ കാണുന്നത്. ഹല്ലേലൂയ. ഇപ്പോ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളൊന്നും യേശു ഗൗനിച്ചില്ല. കാരണം ആചാരങ്ങൾക്കപ്പുറമാ മനുഷ്യൻ, അതെ, അനുഷ്ഠാനങ്ങൾക്കപ്പുറമാ മനുഷ്യൻ. മനുഷ്യനെ തമ്മിൽ അകറ്റുന്ന ഒരാചാരത്തെയും യേശു പിന്തുണച്ചില്ല. നോക്കുക, ഈ വേദപുസ്തകത്തിന്റെ 66 പുസ്തകങ്ങളിൽ ഒത്തിരി തത്വങ്ങളുണ്ട്. പക്ഷെ ഓർക്കണം, ആ തത്വങ്ങളൊക്കെ നാം അനുസരിക്കുമ്പോഴും നാം പ്രധാനമായിട്ടൊരു കാര്യം ഓർക്കണം. യേശുവിന്റെ പഠിപ്പിക്കലുമായി, യേശുവിന്റെ പ്രവർത്തികളുമായി ചേരാത്തതെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നാം മനസ്സിലാക്കണം. പക്ഷേ നാം നമ്മുടെ ജീവിതത്തിൽ പുലർത്തേണ്ടത് യേശുവിന്റെ പെരുമാറ്റമാണ്. യേശുവിനെ ഓർക്കും വേണം കാര്യങ്ങൾ ചെയ്യാൻ. അതിന് പേര് വചനം തെറ്റാണെന്നല്ല, വചനം വചനമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, സകലതും നിവർത്തിക്കുവാൻ യേശു വന്നിരിക്കെ സകല വചനങ്ങളും ആർക്കു പിന്നിലാ? യേശുവിന് പിന്നിലാ. യേശുവിന്റെ മുന്നിൽ കൊണ്ട് ഒരു വചനം ഇടണ്ട. കാരണം ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനമാണ് ഒരു മനുഷ്യനായി ഭൂമിയിൽ ഇറങ്ങി നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, ആ മനുഷ്യന് മുമ്പല്ല ഒരു വചനവും. എല്ലാ വചനവും അവന്റെ പിന്നിലാണ്. അവനാണ് സാക്ഷാൽ വചനം. അതുകൊണ്ട് വചനമാകുന്ന യേശു അകത്ത് അതേ നിറഞ്ഞു നിൽക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, വചനം കണ്ടു പറഞ്ഞുകൊണ്ട് മനുഷ്യനെ വെറുക്കരുത്. വചനത്തിൽ അങ്ങനെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് വെറുക്കരുത്. കാരണം അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. ഹല്ലേലൂയ. മോശയെടുത്ത് ദൈവം എഴുതി കൊടുത്തതാണ് കൽപ്പനകൾ, അല്ലേ? കൽപ്പനകൾ ആരെഴുതി കൊടുത്തെന്നാ വചനത്തിൽ എഴുതിയിരിക്കുന്നത്? ദൈവം എഴുതി കൊടുത്തു എന്നുള്ളത്. പക്ഷെ കൽപ്പന ഭൂമിയിൽ ഇറങ്ങി വന്ന ദിവസം എന്താണ് സംഭവിച്ചത്? മോശയും യോശുവയും പാളയത്തോട് അടുക്കുമ്പോൾ ജനം വിഗ്രഹ സേവകരായി ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന കാണുമ്പോൾ മോശ എന്ത് ചെയ്യുകയാണ്? ദൈവം കൊടുത്ത കൽപ്പനകൾ എറിഞ്ഞുടയ്ക്കുകയാണ്. ഉടച്ചിട്ട് പറയുകയാണ്, യഹോവയുടെ പക്ഷത്ത് ആരെങ്കിലും വാ, എന്നിട്ട് പറയും, ആരാധിക്കുന്ന ഈ ദൈവത്തെ വചനത്തെ വിട്ട് മാറിയിരിക്കുന്ന എല്ലാവരും വെട്ടിക്കൊണ്ട്. എന്നിട്ട് അന്ന് ആളുകൾ, ലേവ്യരായ ആളുകൾ ഇറങ്ങി വന്ന് ഇങ്ങനെ ദൈവകൽപ്പന വിട്ടുമാറിയ ജനത്തെ വെട്ടിക്കൊന്നു. 3000 ആളുകൾ അന്ന് കൊല്ലപ്പെട്ടു എന്ന് ദൈവത്തിന്റെ വചനം എഴുതി വെച്ചിരിക്കുന്നു. നോക്കുക, യേശുവിനെ അറിയാത്ത, ക്രിസ്ത്യാനിറ്റി എന്നറിയാത്ത ഒരു മനുഷ്യന് വായിക്കുമ്പോ അയ്യോ 3000 പേര് ദൈവത്തിന്റെ അടുത്തോട്ട് മനുഷ്യൻ വരാൻ വേണ്ടി ദൈവം എഴുതി കൊടുത്ത കൽപ്പന ഭൂമിയിലേക്ക് ഇറങ്ങിയ ദിവസം 3000 ആളുകൾ കൊല്ലപ്പെട്ടു. ഇതാണോ സ്നേഹം? ഇതാണോ അനുഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ നോക്കുക, ഒരു വശമല്ല നോക്കേണ്ടത്, അതിൻ്റെ മറുവശം നാം നോക്കണം. സാക്ഷാൽ ദൈവമായവൻ മനുഷ്യനായി ഭൂമിയിൽ ഇറങ്ങി വന്ന് തൻ്റെ മക്കളോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോയി നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തം ചോദിച്ച് തരുന്നത് വരെ നിങ്ങൾ ഈ നഗരത്തിൽ നിന്ന് പുറപ്പെടരുത്. നിങ്ങൾക്ക് സിദ്ധികൾ ഉണ്ടായിരിക്കാം. ഞാൻ തന്ന സിദ്ധികൾ മരിച്ചവരെ ഉയർപ്പിക്കാനുള്ള സിദ്ധി വരെ ഉണ്ടായിരിക്കാം. അതൊക്കെ നമുക്കറിയാം. മത്തായി 10 തന്നെ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരൊറ്റയാൾ പോലും അതെ ഈ സിദ്ധിയുമായിട്ട് ഇപ്പൊ പോകരുത്, ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് അയക്കാനുള്ള വാഗ്ദത്തം വരുന്നത് വരെ നിങ്ങൾ നഗരം വിട്ടു പോകരുത്. നോക്കുക, ആ ദിവസം പെന്തക്കോസ്താ നാളിൽ, അല്ലെങ്കിൽ യേശു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയതിന്റെ 50-ാം ദിവസം, പെന്തക്കോസ്തിന്റെ അർത്ഥം 50 എന്നാണ്.
50-ാമത്തെ ദിവസം യെരുശലേം പള്ളിയിൽ പെന്തക്കോസ്ത് പെരുന്നാൾ ആചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ യഹൂദന്മാരും പരീശന്മാരും ആറാടി തിമിർക്കുമ്പോൾ അതേ മർക്കോസിന്റെ മാളിക മുറിയിൽ 120 പേരുള്ളതൊരു ഒരു ജനക്കൂട്ടം ഇരുന്ന് ആരാധിക്കുകയാണ്. ആ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലൊരു മുഴക്കം അതേ അവിടെ ഉണ്ടാകുന്നു. ദൈവത്തിന്റെ ആത്മാവ് അതേ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അതേ അഗ്നിനാവ് പോലെ അതേ ജ്വലിക്കുന്നതായിട്ടുള്ള അതേ ഇരുവായ്ത്തുള്ളതായുള്ള നാവ് പോലെ, അഗ്നിയുടെ നാവ് പോലെ ഉള്ളതായ പരിശുദ്ധാത്മാവിൻ്റെതായ ആ നിലകളിലുള്ള സാന്നിധ്യം ഇവരുടെ മേൽ പതിയുകയാണ്. ആ സമയം ആളുകൾ ആലയത്തിൽ നിന്ന്, യെരുശലേം ആലയത്തിൽ നിന്ന് ഓടി വന്നിട്ട് എന്താണ് ഇവിടെ നടക്കുന്നു നോക്കുമ്പോൾ അന്യഭാഷകളിൽ ഈ 120 പേർ ആരാധിക്കുമ്പോൾ ഇവരെന്തുകൊണ്ട് എന്താണ് ചെയ്യുന്നത്? ഇവർ കുടിച്ചിരിക്കുകയാണ്, ഇവർ പുതുവീഞ്ഞ് കുടിച്ചിരിക്കുകയാണ്, മദ്യപിച്ചിരിക്കുകയാണെന്ന് പറയുമ്പോൾ പൗത്രോസും 11 ആളുകളും ആ ശിഷ്യ സമൂഹം എഴുന്നേറ്റെന്ന് പറയുക. പകൽ 9-ാം മണി നേരമായിട്ടല്ല ഉള്ളൂ, അല്ലെങ്കിൽ പകൽ 3-ാം മണി നേരമായിട്ടല്ല ഉള്ളൂ. അതെ, ഇവിടെ ആരും മദ്യപിച്ചിട്ടില്ല. ഇത് യോവേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ അരുളപ്പാട് നിവർത്തിയാവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് താൻ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം പങ്കുവെക്കുമ്പോൾ നാം പുസ്തകത്തിൽ അപ്പോസ്തല പ്രവൃത്തി 2-ൽ നാം ഇങ്ങനെ വായിക്കുന്നു, അന്ന് 3000 പേർ അതേ ദൈവസഭയോട് ചേരുകയാണ്. അതെ, അത് വെറുതെയല്ല. അക്ഷരമായ ദൈവവചനം കൽപ്പലകകളിൽ എഴുതിക്കൊടുത്ത പകലിൽ 3000 ആളുകൾ മരണപ്പെട്ടെങ്കിൽ സാക്ഷാൽ പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന അതേ ദിവസം 3000 ആളുകൾ കൊല്ലപ്പെടുകയല്ല, അവർ ആത്മാവിന്റെ പുതുക്കത്തിലേക്ക്, ജീവനിലേക്ക് വരികയാണ്. അത് വെച്ചുകൊണ്ടാണ് പൗലോസ് പിന്നീട് എഴുതി വെക്കുന്നത്, അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ കൊലയുടെയും വൈരാഗ്യത്തിന്റെയും വിദ്വേഷത്തിന്റെയും പകയുടെയും വേരുകളാണ് അകത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾ അക്ഷരത്തിന്റെ ശുശ്രൂഷകരാ. ആത്മാവിന്റെ ശുശ്രൂഷയ്ക്കകത്ത് അതല്ല. എന്നെ എതിർക്കുന്നവനെ കൂടെ, എന്നെ തകർക്കാൻ നടക്കുന്നവനെ കൂടെ ദൈവിക വഴികളിലേക്ക് കൊണ്ടുവരുന്ന സത്യ സുവിശേഷമാണ് പുതിയ നിയമത്തിന്റെ കാതൽ. ഹല്ലേലൂയ. അതുകൊണ്ട് വചനം പഠിച്ചിറങ്ങിപ്പോകുമ്പോ, ആരാധിച്ചിട്ട് ഇറങ്ങിപ്പോകുമ്പോ പകയും കയ്പുമല്ല, ഹല്ലേലൂയ, സകലരെയും സ്നേഹിക്കുന്ന സ്നേഹത്തിന്റെ അന്തരീക്ഷം അകത്തുനിന്ന് ഉയരണം. ഹല്ലേലൂയ. ഒരു പാസ്റ്ററോ ഒരു പ്രവാചകനോ ഒരു അപ്പസ്തോലനോ നിങ്ങളുടെ തലയിൽ കൈവച്ചില്ലെങ്കിലും നിങ്ങൾക്ക് വിടുതൽ അനുഭവിക്കാൻ കഴിയും, സൗഖ്യം അനുഭവിക്കാൻ കഴിയും. എപ്പോൾ? ദൈവവചനം യഥാർത്ഥമായി നിങ്ങളുടെ ഹൃദയത്തിനകത്ത് കയറിയാൽ. ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടിനകത്ത്, നിങ്ങളുടെ പറമ്പില് കുഴിച്ചിട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു പാത്രത്തിനകത്ത് തകരാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം. ഹല്ലേലൂയ. യേശു അകത്തുള്ളവൻ പരാജയപ്പെടത്തില്ല. യേശു അകത്തുള്ളവൻ ഒരിക്കലും തകരത്തില്ല. ആ ധൈര്യം ഇന്ന് പകലത്തെ ഈ ശുശ്രൂഷയിലൂടെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് പകരപ്പെടണം. നമുക്ക് ഭാരം വരും, നമുക്ക് മനക്ലേശങ്ങൾ വരും. ഓർക്കുക, ഒന്ന് മാത്രമാ കാര്യം, എന്താ? ദൈവ സാന്നിധ്യം നമ്മെ വിട്ടുപോയിട്ടുണ്ട്. എവിടെയാണെന്ന് കണ്ടുപിടിക്കുക. ഏത് വഴിയാണ് ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയത്? ഏത് വഴിയാണ് പരിശുദ്ധാത്മാവുമായുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോയത്? അത് തിരിച്ചറിയുക, തിരിച്ചു പിടിക്കുക. സഹോദരി, നിങ്ങൾക്ക് കഴിഞ്ഞ ദീർഘവർഷങ്ങളായിട്ടുള്ളതായ നിങ്ങളുടെ കാലിന്റെ മുറിവില്ലേ, അത് കരിഞ്ഞില്ലെന്നല്ല പറയണേ. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു, നിങ്ങൾക്ക് തന്നെ അത് കരിക്കാൻ കഴിയും. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയ മേഖലകൾ ഉണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് അതിലേക്ക് നിങ്ങൾ മടങ്ങി വരുമ്പോൾ നിങ്ങൾ നാവെടുത്ത് കൽപ്പിക്കണം. ഹല്ലേലൂയ. യേശു തരുന്ന സൗഖ്യം പൂർണ്ണമാണ്. യേശു തരുന്ന സൗഖ്യം ഭാഗികമല്ല. അതെ, മുടന്തുള്ളവന്റെ മുടന്ത്
ഒരു 10 മാസം കൊണ്ട് കുറേശ്ശെ മാറ്റുന്ന ഒരു ദൈവമല്ല. അതേ കർത്താവ് വിടുവിക്കുന്നതെങ്കിൽ അത് പെർഫെക്റ്റാ, അത് പൂർണ്ണമാ. ഹല്ലേലൂയ. 21 വെള്ളിയാഴ്ച കൊണ്ട് മാറുന്ന ഒരു വിടുതലല്ല. 14 ആഴ്ച തുടർച്ചയായി പ്രാർത്ഥിച്ചാൽ മാറുന്ന ഒരു വിടുതലല്ല. അങ്ങനെ മാറില്ലെന്നും ഒന്നുമല്ല ഞാൻ പറഞ്ഞു. പക്ഷേ ക്ഷണത്തിൽ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഒരു മരിച്ച മനുഷ്യന്റെ ചവക്കല്ലറയ്ക്ക് മുമ്പിൽ ഇരുന്നുകൊണ്ട് പ്രഖ്യാപിക്കുക മാത്രമല്ല, ആ കല്ലറയ്ക്ക് മുമ്പിൽ നിന്നുകൊണ്ട് ആ മരിച്ച ശവത്തെ നോക്കി പുറത്തോട്ട് വാടാ എന്ന് പറഞ്ഞവനെയാ ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. ആ ലാസറിനെ പുറത്തു കൊണ്ടുവരാൻ അവന് കഴിഞ്ഞെങ്കിൽ അതേ ദൈവം, അതേ ശക്തനായ ദൈവം അവനാ ഇന്ന് പകല് നമ്മോട് കൂടെ ഉള്ളവൻ. ഹല്ലേലൂയ. അവരിന്ന് രാജാതി രാജാവായി, കർത്താതി കർത്താവായി, ദേവാതി ദേവനായി നമ്മുടെ ലക്ഷ്യത്തിൽ ഉണ്ടാക്കുന്നു. ഹല്ലേലൂയ. സഹോദരി, നിങ്ങളുടെ കുഞ്ഞിന്റെ ആ തൊണ്ടയിലുള്ള പഴുപ്പില്ലേ, ആ വേദന, പ്രയാസം 3 മണി വരെ നോക്കാൻ പറഞ്ഞ് നിങ്ങൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്റെ കുഞ്ഞ് നോർമലാകട്ടെ, ആ പഴുപ്പ് കരിയട്ടെ, അത് ഇല്ലാതെയാകട്ടെ. ഹല്ലേലൂയ. നാം പറയുന്നത് സംഭവിക്കണം. നാം യേശുവിന്റെ കൂടെ നടക്കുന്നതെങ്കിൽ, യേശുവിന്റെ ആത്മാവ് നമ്മുടെ അകത്തുള്ളതെങ്കിൽ അത് സംഭവിക്കണം. സംഭവിക്കാതിരിക്കാം. എന്തുകൊണ്ട്? പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വേണ്ടതുപോലെ നമുക്കില്ല. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വേണ്ടതുപോലെ നമുക്കില്ലാതെ വരുമ്പോ അതെ നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്ന വിടുതൽ സംഭവിക്കത്തില്ല. നമ്മുടെ ന്യായമായ കാര്യങ്ങൾ സംഭവിക്കാതെ വരും. അതിനൊറ്റ പരിഹാരമേ ഉള്ളൂ, പൂർണ്ണ അളവിൽ പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിക്കുക. പൂർണ്ണ അളവിൽ, അല്പമായിട്ടല്ല. ചിലപ്പോഴൊക്കെ നമ്മുടെ ഈ ഇലക്ട്രിസിറ്റി പണിമുടക്കും, ചില സമയത്ത് കറണ്ട് കുറഞ്ഞു വരും. അപ്പോൾ ലൈൻ വളരെ ചെറുതായിട്ട് കുറച്ച രീതിയിൽ ചെറിയ വോൾട്ടേജ് ലൈൻ ഉണ്ടെന്ന് വെച്ചാൽ ലൈനുണ്ട്, വെട്ടമുണ്ടെന്ന് വെച്ചാൽ വെട്ടമുണ്ട്. പക്ഷെ മോട്ടർ അടിക്കാൻ കൊള്ളൂല, അത് മിക്സി വളർത്തിയാൻ കൊള്ളൂല, അത് വെളിച്ചം ഇങ്ങനെ മങ്ങി കത്തും. അത്തരം ഒരു അനുഭവമല്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് അകത്തുണ്ടെങ്കിൽ എന്റെ ജീവിതത്തിന്റെ ചാവാറായ വിഷയങ്ങളുടെ മേൽ, അത് എന്റെ ജീവിതത്തിന്റെ രോഗബന്ധനങ്ങളുടെ മേൽ, എന്റെ ജീവിതത്തിന്റെ ഞെരുക്കങ്ങളുടെ മേൽ വിടുതലായി അത് ചലിച്ചിരിക്കും. പരിശുദ്ധാത്മാവ് കുറഞ്ഞ അളവിൽ പ്രവർത്തിക്കുന്നത് അല്ല, മറിച്ച് എന്റെ ജീവിതത്തിൽ എവിടെയാണ് ആ വീഴ്ച സംഭവിച്ചിരിക്കുന്നത് കണ്ടുപിടിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുമ്പോൾ ആ വിടുതൽ സംഭവിക്കുക തന്നെ ചെയ്യും. നടന്നിരിക്കും. വീഴ്ച വരത്തില്ലെന്നും ക്ഷീണിക്കത്തില്ലെന്നും അല്ല. പക്ഷെ വീഴ്ച വരുമ്പോഴും ക്ഷീണം വരുമ്പോഴും ഓർക്കണം, എൻ്റെ ജീവിതത്തിൽ കുറവുണ്ട്, എൻ്റെ ജീവിതത്തിൽ വീഴ്ചയുണ്ട്. ദൈവത്തിന് മാറ്റമില്ല, ദൈവവചനത്തിന് മാറ്റമില്ല. ഹല്ലേലൂയ. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വചനത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ജീവിതത്തിലും നടന്നേ മതിയാവുള്ളൂ, അത് സംഭവിച്ചേ മതിയാവുള്ളൂ. മുഖപക്ഷമില്ലാത്തൊരു ദൈവത്തെ, ജാതിമതമില്ലാത്തൊരു ദൈവത്തെ, ഒരു ദൈവത്തെ ഞാൻ ആരാധിക്കുന്നെങ്കിൽ ആ ശക്തി എന്റെ മേലേക്ക് അവൻ പകർന്നിരിക്കും. എന്റെ കെട്ട് എന്ത് തന്നെയാണെങ്കിലും, എന്റെ ബന്ധനം എന്ത് തന്നെയാണെങ്കിലും, എന്നെ വിടിരിക്കാം, എന്നെ സഹായിപ്പോ അവന്റെ കൈകൾ എന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. അത് നാം പറയണം, അത് നാം പ്രഖ്യാപിക്കണം. വിടുതലിന് തടസ്സമായുള്ളതെല്ലാം നാം ഉപേക്ഷിക്കണം.